ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. 2024 ഓഗസ്റ്റ് 4 മുതൽ 10 വരെ, അതായത് മലയാള മാസം 1199 ആണ്ട്, കർക്കിടകം 20 മുതൽ 26 വരെയുള്ള വാരഫലമാണ് പറയാൻ പോകുന്നത്. ആദ്യമായി മേടക്കൂറിൻ്റെ ഫലങ്ങളാണ്. അശ്വതി, ഭരണി, കാർത്തിക, ആദ്യപാദം എന്നിവയാണ് മേടക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് കുജനും വ്യാഴവും, സുഖസ്ഥാനത്ത് ആദിത്യനും, പുത്രസ്ഥാനത്ത് ബുധശുക്രന്മാരും, ലാഭസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. സുഖഹാനി, രോഗോപദ്രവം എന്നിവ പ്രതീക്ഷിക്കാം. ഭയം, മനോദുഃഖം, ദ്രവ്യലാഭം, അശനശയനസുഖം എന്നിവ പ്രതീക്ഷിക്കാം. കുടുംബകലഹത്തിന് സാധ്യത കാണുന്നു. ധനലാഭം, പുത്രലാഭം, ഗുരുജനപ്രീതി എന്നിവ ഉണ്ടായേക്കാം. അനഭിലഷണീയമായ സൗഹൃദങ്ങളിൽ അകപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രതാപം, സർവകാര്യ വിജയം എന്നിവ സിദ്ധിക്കും. അഗ്നിബാധ, ശത്രുക്കൾ, കള്ളന്മാർ എന്നിവയിൽ നിന്ന് ഉപദ്രവം തുടങ്ങിയവ ഉണ്ടായേക്കാം. ദ്രവ്യലാഭവും കളത്രസുഖവും സിദ്ധിക്കും. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തണം. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതിയും ശ്രീകൃഷ്ണപ്രീതിയും വരുത്തുക. അടുത്തത് ഇടവക്കൂറിൻ്റെ ഫലങ്ങളാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരം ആദ്യത്തെ പകുതി എന്നിവയാണ് ഇടവക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ കുജനും വ്യാഴവും, സഹോദരസ്ഥാനത്ത് സൂര്യനും, സുഖസ്ഥാനത്ത് ബുധശുക്രന്മാരും, കർമ്മസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. വിദ്യാതടസ്സത്തിനും ധനനാശത്തിനും സാധ്യത കാണുന്നു. ദേഹസുഖം കുറയും. ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് സാധ്യത. സ്ഥാനഭ്രംശം, കലഹം, ബുദ്ധിമോശം കൊണ്ടുള്ള അബദ്ധങ്ങൾ എന്നിവ ഉണ്ടായേക്കാം. ശത്രുശല്യം കുറയും. വസ്ത്രലാഭം, കാര്യവിഘ്നം, ഭയം എന്നിവയ്ക്കും യോഗമുണ്ട്. ബന്ധുക്കൾക്കും കുടുംബത്തിനും അഭിവൃദ്ധിയുണ്ടാകും. അധികാരശക്തികളുടെ പിൻബലം സിദ്ധിക്കും. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതിയും മഹാവിഷ്ണു പ്രീതിയും വരുത്തുക. അടുത്തത് മിഥുനക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകയിരം അവസാനത്തെ പകുതി, തിരുവാതിര, പുണർതം മുക്കാൽ എന്നിവയാണ് മിഥുനക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് രവിയും, സഹോദരസ്ഥാനത്ത് ബുധശുക്രന്മാരും, ഭാഗ്യസ്ഥാനത്ത് ശനിയും, വ്യയസ്ഥാനത്ത് കുജനും വ്യാഴവും സഞ്ചരിക്കുന്ന സമയമാണ്. ദ്രവ്യനാശം, നേത്രരോഗം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. കർമ്മവിഘ്നം, ഭയം എന്നിവ ഉണ്ടായേക്കാം. ശത്രുക്കൾ, സർക്കാർ എന്നിവയിൽ നിന്ന് ഉപദ്രവം ഉണ്ടാകും. ആജ്ഞാശക്തി, ബഹുമാനലബ്ധി, വസ്ത്രലാഭം എന്നിവ പ്രതീക്ഷിക്കാം. ബന്ധുവിരോധവും ധർമ്മകാര്യങ്ങൾക്ക് വിഘ്നവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദുർവ്യയം, പിത്തം കൊണ്ടും രക്തം കൊണ്ടുമുള്ള വ്യാധികൾ എന്നിവയ്ക്ക് സാധ്യത. കഠിനമായ ദുഃഖം സഹിക്കേണ്ടതായി വരും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതിയും ശാസ്താപ്രീതിയും മഹാവിഷ്ണു പ്രീതിയും വരുത്തുക. അടുത്തത് കർക്കിടകക്കൂറിൻ്റെ ഫലങ്ങളാണ്. പുണർതം അവസാനത്തെ പാദം, പൂയം, ആയില്യം എന്നിവയാണ് കർക്കിടകക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ ആദിത്യനും, ധനസ്ഥാനത്ത് ബുധശുക്രന്മാരും, അഷ്ടമത്തിൽ ശനിയും, ലാഭസ്ഥാനത്ത് കുജനും വ്യാഴവും സഞ്ചരിക്കുന്ന സമയമാണ്. ദേഹപീഡ, വിഭവനാശം, മാർഗസഞ്ചാരം, രോഗം എന്നിവ ഉണ്ടാകും. അകാരണമായ ഭയം മനസ്സിനെ ഗ്രസിക്കും. ധനസമൃദ്ധി ഉണ്ടാകും. വാക്കുകൾ അംഗീകരിക്കപ്പെടും. സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ സിദ്ധിക്കും. ബന്ധുവിരഹവും ദീനതയും രോഗാരിഷ്ടതകളും ഉണ്ടാകാം. അധികാരലാഭം സിദ്ധിക്കും. ഇഷ്ടകാര്യപ്രാപ്തി ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതിയും ശാസ്താപ്രീതിയും വരുത്തുക. അടുത്തത് ചിങ്ങക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകം, പൂരം, ഉത്രം, ആദ്യപാദം എന്നിവയാണ് ചിങ്ങക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ ബുധശുക്രന്മാരും, കളത്രസ്ഥാനത്ത് ശനിയും, കർമ്മസ്ഥാനത്ത് കുജനും വ്യാഴവും, വ്യയസ്ഥാനത്ത് ആദിത്യനും സഞ്ചരിക്കുന്ന സമയമാണ്. ബന്ധുകലഹം ഉണ്ടാകും. സർക്കാരിൽ നികുതി, പിഴ മുതലായവ അടയ്ക്കേണ്ടതായി വരും. മൃഷ്ടാന്നലാഭം, ഭാര്യാസുഖം എന്നിവ അനുഭവിക്കും. വിവാഹം ആലോചിക്കുന്നവർക്ക് ഉചിതമായ ബന്ധങ്ങൾ വന്നു ചേരാൻ കാലതാമസം നേരിടും. പലവിധത്തിലുള്ള ദ്രവ്യലാഭം പ്രതീക്ഷിക്കാം. കർമ്മരംഗത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതിയും ശാസ്താപ്രീതിയും മഹാവിഷ്ണു പ്രീതിയും വരുത്തുക. അടുത്തത് കന്നിക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രം മുക്കാൽ, അത്തം, ചിത്തിര ആദ്യ പകുതി എന്നിവയാണ് കന്നിക്കൂറിലുള്ളത്. ഇവർക്ക് ശത്രുസ്ഥാനത്ത് ശനിയും, ഭാഗ്യസ്ഥാനത്ത് വ്യാഴവും കുജനും, ലാഭസ്ഥാനത്ത് ആദിത്യനും, വ്യയസ്ഥാനത്ത് ബുധശുക്രന്മാരും സഞ്ചരിക്കുന്ന സമയമാണ്. ശത്രുനാശം, രോഗശാന്തി, കാര്യവിജയം എന്നിവ കാണുന്നു. ഭാഗ്യക്കുറവ്, ദ്രവ്യനാശം എന്നിവയ്ക്ക് യോഗമുണ്ട്. പുത്രസൗഖ്യം,
ധർമ്മബോധം എന്നിവ ഉണ്ടാകും. സ്ഥാനാന്തരപ്രാപ്തി, ഐശ്വര്യം, ശുഭകർമ്മങ്ങൾ ഫലിക്കുക എന്നിവ ഉണ്ടാകും. ത്വക്ക് രോഗങ്ങൾക്ക് സാധ്യത കാണുന്നു. സുഖഭോഗങ്ങൾക്കായി ധനം വ്യയം ചെയ്യേണ്ടതായി വരും. ദോഷപരിഹാരാർത്ഥം ശ്രീകൃഷ്ണ പ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് തുലാക്കൂറിൻ്റെ ഫലങ്ങളാണ്. ചിത്തിര അവസാനത്തെ പകുതി, ചോതി, വിശാഖം മുക്കാൽ എന്നിവയാണ് തുലാക്കൂറിലുള്ളത്. ഇവർക്ക് പുത്രസ്ഥാനത്ത് ശനിയും അഷ്ടമത്തിൽ കുജനും വ്യാഴവും കർമ്മസ്ഥാനത്ത് സൂര്യനും ലാഭസ്ഥാനത്ത് ബുധശുക്രന്മാരും സഞ്ചരിക്കുന്ന സമയമാണ്. ബുദ്ധിക്ക് ഉന്മേഷക്കുറവ് അനുഭവപ്പെടും. ടെൻഷൻ വർദ്ധിക്കും. വൃഥാസഞ്ചാരം, അപമാനം, അപകടഭയം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. കർമ്മവിജയം സിദ്ധിക്കും. പ്രിയവാക്ക് പറയും. ബന്ധുസഹായവും കുടുംബസൗഖ്യവും അനുഭവിക്കും. ശത്രുക്കൾക്ക് മേൽ വിജയം നേടും. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് വൃശ്ചികക്കൂറിൻ്റെ ഫലങ്ങളാണ്. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നിവയാണ് വൃശ്ചികക്കൂറിലുള്ളത്. ഇവർക്ക് സുഖസ്ഥാനത്ത് ശനിയും കളത്രസ്ഥാനത്ത് കുജനും വ്യാഴവും ഭാഗ്യസ്ഥാനത്ത് രവിയും കർമ്മസ്ഥാനത്ത് ബുധശുക്രന്മാരും സഞ്ചരിക്കുന്ന സമയമാണ്. സുഖഹാനി, ഭാര്യാവിരഹം എന്നിവ ഉണ്ടാകും. കണ്ണിനും ഉദരത്തിനും രോഗത്തിന് സാധ്യത. ദ്രവ്യലാഭവും വാക്സാമർഥ്യവും ഉണ്ടാകും. ആപത്ത്, അപമാനം, ദീനത എന്നിവ പ്രതീക്ഷിക്കാം. ശത്രുക്കളുടെ ഉപദ്രവം കുറയും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, ദേവീപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ധനുക്കൂറിൻ്റെ ഫലങ്ങളാണ്. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം എന്നിവയാണ് ധനുക്കൂറിലുള്ളത്. ഇവർക്ക് സഹോദരസ്ഥാനത്ത് ശനിയും ശത്രുസ്ഥാനത്ത് കുജനും ഗുരുവും അഷ്ടമത്തിൽ രവിയും ഭാഗ്യസ്ഥാനത്ത് ബുധശുക്രന്മാരും സഞ്ചരിക്കുന്ന സമയമാണ്. ആരോഗ്യവും സർവാഭീഷ്ട സിദ്ധിയും ഉണ്ടാകും. സ്വർണ്ണലാഭം, ശത്രുജയം എന്നിവ സിദ്ധിക്കും. രക്തജന്യമായ രോഗങ്ങളെ കരുതിയിരിക്കുക. അനുഭവ ഗുണം കുറയും. സ്ത്രീകൾ നിമിത്തം കലഹത്തിന് സാധ്യത. ആയുധം, വാഹനം, അഗ്നി എന്നിവ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ധനലാഭവും ധർമ്മകാര്യസിദ്ധിയും ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, മഹാവിഷ്ണു പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മകരക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടം ആദ്യത്തെ പകുതി എന്നിവയാണ് മകരക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് ശനിയും പുത്രസ്ഥാനത്ത് കുജനും വ്യാഴവും കളത്രസ്ഥാനത്ത് രവിയും അഷ്ടമത്തിൽ ബുധനും ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. ധനനാശം, സുഖഹാനി, ശക്തിക്കുറവ് എന്നിവ ഉണ്ടായേക്കാം. സ്ത്രീലാഭം, പുത്രലാഭം, ഗൃഹലാഭം എന്നിവയ്ക്ക് സാധ്യത. സന്താനങ്ങൾക്ക് രോഗമുണ്ടാകാം. ദാമ്പത്യ സൗഖ്യം കുറയും. കാര്യജയം, ഗൃഹോപകരണ ലബ്ധി എന്നിവ പ്രതീക്ഷിക്കാം. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, ശിവപ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കുംഭക്കൂറിൻ്റെ ഫലങ്ങളാണ്. അവിട്ടം അവസാനത്തെ പകുതി, ചതയം, പൂരിട്ടാതി മുക്കാൽ എന്നിവയാണ് കുംഭക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ ശനിയും സുഖസ്ഥാനത്ത് കുജനും വ്യാഴവും ശത്രുസ്ഥാനത്ത് സൂര്യനും കളത്രസ്ഥാനത്ത് ബുധശുക്രന്മാരും സഞ്ചരിക്കുന്ന സമയമാണ്. ബന്ധുവിരഹം, സ്വജനങ്ങളോട് വേർപാട്, ധനനാശം എന്നിവ ഉണ്ടാകും. സുഖഹാനി, ഉദരരോഗം, രക്തദൂഷ്യം എന്നിവ പ്രതീക്ഷിക്കാം. രോഗശാന്തി, ദുഃഖങ്ങൾക്ക് നിവൃത്തി, ശത്രുശല്യത്തിന് കുറവ് എന്നിവ ഉണ്ടാകും. കലഹം, സ്ത്രീകൾ നിമിത്തം ഉപദ്രവം എന്നിവയ്ക്കും സാധ്യത കാണുന്നു. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, ഗണപതി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മീനക്കൂറിൻ്റെ ഫലങ്ങളാണ്. പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നിവയാണ് മീനക്കൂറിലുള്ളത്. ഇവർക്ക് വ്യയസ്ഥാനത്ത് ശനിയും സഹോദരസ്ഥാനത്ത് കുജനും വ്യാഴവും പുത്രസ്ഥാനത്ത് ആദിത്യനും ശത്രുസ്ഥാനത്ത് ബുധശുക്രന്മാരും സഞ്ചരിക്കുന്ന സമയമാണ്. അലച്ചിൽ, കഷ്ടപ്പാട്, ഗൃഹാരംഭ പ്രവർത്തികളാൽ ധനനഷ്ടം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. ധാതുദ്രവ്യപ്രാപ്തിയും ശത്രുക്കൾക്ക് നാശവും ഉണ്ടാകും. സ്ഥാനഭ്രംശത്തിനുള്ള സാധ്യത കാണുന്നു. മനസ്സിന് സ്വസ്ഥത കുറയും. കാര്യജയം, സൗഭാഗ്യം, ഉന്നതസ്ഥാന ലബ്ധി എന്നിവ ഉണ്ടായേക്കാം. ഗുഹ്യരോഗങ്ങൾക്ക് സാധ്യത. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, ശിവപ്രീതി, ഗണപതി പ്രീതി എന്നിവ വരുത്തുക.